ലൈവിൽ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിക്ക് അറിയാമല്ലോ, ടാസ്ക് സ്റ്റോർ റൂമിൽ വരും. സ്റ്റോർ റൂമിൽ കയറാനായിട്ട് ഇന്നും ഇന്നലെ പൊട്ടിമുളച്ച ഒരു ആഗ്രഹമല്ല അനീഷിന്. തുടക്കം മുതൽ, അതായത് ഡേ 1 മുതൽ അനീഷ് സ്റ്റോർ റൂമിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അല്ലാതെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ. സ്റ്റോർ റൂം വേറെ ആര് പോയാലും കുഴപ്പമില്ല, അനീഷ് സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തേക്ക് വരരുതെന്നുള്ളൊരു കർശന തീരുമാനത്തിലാണ് ആദില. ഉറക്കം വരെ നഷ്ടപ്പെടുത്തിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽക്കും സ്റ്റോർ റൂമിൽ ആദ്യം ഓടാൻ വേണ്ടിയിട്ട്. ഇന്നും അത്തരത്തിൽ തന്നെയായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മോർണിംഗ് ആക്ടിവിറ്റി വന്നു. കൂടാതെ ഒരു ചെയറും കൂടെ ഉണ്ടായിരുന്നു. അതിൽ വേഗം ഓടിപ്പോകുന്നു. അനീഷ് പോകുന്ന കണ്ടിട്ട് വേഗം അതിൽ ഓടിപ്പോകുന്നു. ഡോർ ഓർക്കുന്നു. അതില കയറി ടാസ്ക് ലെറ്റർ എടുക്കുന്നു. അനീഷ് ടാസ്ക് ലെറ്റർ എടുക്കുന്നില്ല. തൊട്ടടുത്തൊരു ചെയർ വെച്ചിട്ടുണ്ട്. ഈ ചെയർ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി സാബു ചേട്ടന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ചേട്ടന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയറാണ് ബിഗ് ബോസ് അത് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് ലെറ്റർ എടുക്കുന്നു. അതിൽ നേരെ പോയി വീണ്ടും ചെയർ എടുക്കുന്നു കേട്ടോ. അനീഷ് പറയുന്നുണ്ട് അതിൽ ഞാൻ എടുക്കാം, ടാസ്ക് ലെറ്റർ അതിൽ പിടിച്ചോളൂ, ചെയർ ഞാൻ എടുത്തോളാം, അതിൽ വേണ്ട, എനിക്ക് കൈയുണ്ട്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെടുക്കുന്നു. അപ്പം അനീഷ് ഡോർ തുറന്നു കൊടുക്കുന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട് ലെറ്റർ അതിൽ പിടിച്ചോ, ചെയർ മാത്രം ഞാൻ പിടിക്കാം, കേൾക്കും ഞാൻ പറയുന്നത്, ഞാൻ എടുത്തോളാം എന്ന്. ഒരു ഹെൽപ്പാണ് അനീഷ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അനീഷിൻ്റെ ടാസ്ക് ലെറ്റർ വായിച്ച് നോക്കിയിട്ട് അത് കാണാതെ പഠിച്ച് നല്ലോണം പെർഫോം ചെയ്യും അനീഷ് എന്ന് കരുതിയിട്ടാണ് ഈ സ്റ്റോർ റൂമിൽ കയറ്റാത്തത്, പ്രത്യേകിച്ച് ടാസ്ക് ലെറ്റർ എടുക്കാൻ സമ്മതിക്കാത്തത്. എനിക്ക് കൈയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ എടുത്തുകൊണ്ട് പോകട്ടെ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനീഷിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ അതിൽ ആ ചെയർ എടുക്കാനായിട്ട് അവരോട് ഹെൽപ്പ് ചോദിക്കായിരുന്നു. അനീഷ് ആയതുകൊണ്ട് മാത്രം ഒരു ഹെൽപ്പ് ചോദിക്കാതെ, അനീഷിനെ അവോയ്ഡ് ചെയ്തിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ഒരു കൂടെ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, കൂടെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയും ദിവസമായി, 64 ദിവസത്തിന് മുകളിലായി, എന്നിട്ടും മനസ്സുകൊണ്ട് ഒരു തരി സ്നേഹം പോലും തോന്നുന്നില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അല്ല, അനീഷിന് ഇപ്പോൾ എല്ലാവരോടും സ്നേഹമാണ്. അത് അനീഷിൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. വീട്ടിൽ നിന്ന് പോയിട്ട് ഒരിക്കലും കൂടാത്ത എത്ര പേരുണ്ട്, അത്തരത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കാം എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.